സ്ഥിരതയില്ല പിശാച്. ഒന്നിടത്തും ഉറച്ചു നിൽക്കില്ല. ആദ്യം എന്താണ് പശു വളർത്തൽ തുടങ്ങി. അത് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അതിട്ടു. പിന്നെ കോഴിക്കച്ചവടം തുടങ്ങി, അത് നിർത്തി. പിന്നെ വാഴക്കൃഷി തുടങ്ങി, അത് വിട്ടു. ഇങ്ങനെ ഒന്നിനും സ്ഥിരതയില്ലാത്ത വ്യക്തിത്വമുണ്ട്. അതിൻ്റെ അകത്ത് പലപ്പോഴും കാണുന്ന അലസതയും പിന്നെ അമിത ശുഭാപ്തി വിശ്വാസവും ഇങ്ങനെയൊക്കെയുള്ള തലങ്ങളാണ് ഇതിൻ്റെ പുറകിൽ കാണുന്നത്. അതുകൊണ്ട് ഏത് തരത്തിലാണെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാനായിട്ട് ചിലപ്പോൾ മാറേണ്ടി വരും. പക്ഷേ അത് സ്ഥിരം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയും എല്ലായിടത്തും കൊണ്ടുപോയി പൈസ നശിപ്പിച്ചു കളയുകയും ചെയ്യുന്ന സ്വഭാവം ഒരു വലിയ പൈശാചിക ബന്ധനമാണ്. കർത്താവേ, ഈ പൈശാചിക ബന്ധനത്തിൽ നിന്ന് മോചനം നൽകണമേ. ഇങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ മരുന്നും കൂടെ കൊടുക്കേണ്ടി വരും. വേറെ ചിലർക്ക് ധ്യാനവും കൗൺസിലിങ്ങും ജീവിത പരിശീലനവും വേണം. കർത്താവെ, സ്ഥിരതയില്ലാത്ത ഈ അവസ്ഥയെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് ഇവരെ സുഖപ്പെടുത്തണമേ. ഈ പൈശാചിക ബന്ധനത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ മോചിപ്പിക്കട്ടെ. സ്ഥിരമായിട്ട് ജോലി ചെയ്യാനും കഠിനാധ്വാനം പരിശീലിക്കാനും കൃത്യനിഷ്ഠ പരിശീലിക്കുവാനും പ്രാർത്ഥനാ ജീവിതത്തിൽ ഉറച്ചു നിൽക്കാനും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് എനിക്ക് നൽകുന്ന അധികാരം ഉപയോഗിച്ച് ഈ പൈശാചിക ബന്ധനത്തിൽ നിന്ന് കർത്താവ് എൻ്റെ ശക്തിയോടുകൂടി ഞാൻ നിങ്ങളെ മോചിപ്പിക്കുന്നു. സ്ഥിരോത്സാഹിയായിട്ട് നല്ലൊരു ധ്യാനത്തിൽ കൂടി ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.